السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. വിശുദ്ധ റമദാനിൻ്റെ 7-ാം ദിവസത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ പഠനവും അതു മുഖേനയുള്ള ജ്ഞാനവും വിശുദ്ധ ഖുർആനുമായുള്ള ജീവിതം എങ്ങനെയായിരുന്നു കൊണ്ടുപോയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ മനഃപാഠമാക്കുന്നതിന് 12 വർഷത്തെ ഗവേഷണമാണ് എടുത്തത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അൽ ബഖറ സൂറത്തിൻ്റെ ആഴിയിലേക്ക് ഇറങ്ങി അതിൻ്റെ ആശയത്തെ ഒപ്പിയെടുക്കുന്നതിലും അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി ആ സൂറത്തിനെ സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടുമായിരുന്നു അവിടുത്തെ 12 വർഷത്തെ പഠനമെന്നുള്ളത് ചരിത്രമാണ്. മാത്രമല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ 12 വർഷമെടുത്തു പഠിച്ചതിൻ്റെ സന്തോഷം ഫലമ്മ ഖതമഹ നഹറ ജസൂറൻ, അത് പൂർണ്ണമായപ്പോൾ അവിടുന്ന് മാടിനെ അറുത്ത് മാംസം ജനങ്ങൾക്ക് വിതരണം ചെയ്തു എന്നും മഹാനവറുകളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, സമിഅ്തു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖറഉ ഫീ സ്വലാത്തി സുബ്ഹ് സൂറത യൂസുഫ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിൽ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യുകയാണ്. ഫസമിഅ്തു നശീജഹു വ ഇന്നി ലഫീ ആഖിരി സുഫൂഫ്, അവിടുത്തെ തേങ്ങൽ, അവിടുത്തെ കരച്ചിൽ അവസാന സഫിൽ നിൽക്കുന്ന ഞാൻ കേട്ടിരുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിസ്കാരത്തിലെ ഓത്തിനെക്കുറിച്ച് ശദ്ദാദ് തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് ഓതിയിരുന്ന ആയത്ത് സൂറത്ത് യൂസുഫിലെ ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ ദുഃഖവും എൻ്റെ സങ്കടവും എല്ലാം അള്ളാഹുവിനല്ലേ എന്ന് പറയുന്ന വലിയ ആശയം വരുന്ന ആയത്ത് ഓതിക്കൊണ്ടായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ചരിത്രത്തിൽ കാണാം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഇമാമ നിന്നു. ഫഫ്തതഹ സൂറത യൂസുഫ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹത്താ ഇദാ ബലഗ വബയല്ലത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കദീം, മഹാനായ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാത്തതിലുള്ള ദുഃഖത്താൽ അവിടുന്ന് വിഷമിച്ച വിഷയത്തെ പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് ഇതെത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങിയെന്നും അത് പൂർണ്ണമാക്കാൻ കഴിയാതെ റുക്കൂഇലേക്ക് പോയി എന്നും മഹാനവർകൾ ഈ വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമൈർ തങ്ങൾ തന്നെ പറയുന്നത് കാണാം, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓതിയിട്ട് 20 ദിവസത്തോളം രോഗിയായി വീട്ടിൽ കിടന്നു എന്നും പല ആളുകളും മഹാനവറുകളെ സന്ദർശിക്കുന്നതിന് വേണ്ടി, രോഗസന്ദർശനം നടത്തുന്നതിന് വേണ്ടി വീട്ടിൽ വരാറുണ്ടായിരുന്നു എന്നും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പൊന്നോമന മകൻ, അവിടുന്ന് പറയുന്നത് കാണാം, ഗലബ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അൽ ബുകാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരച്ചിലടക്കാൻ കഴിയാതെ വരുന്ന സമയമുണ്ടായി. വഹുവ യുസല്ലി ബിന്നാസി സ്വലാത്ത സുബ്ഹ്, സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി ഇമാമ നിൽക്കുന്ന സമയം, ഫസമിഅ്തു ഹീനഇദിൻ മിൻ വറാഇ സലാസതി സുഫൂഫ്, 3 സഫുകൾക്ക് പിറകിൽ നിൽക്കുന്ന ഞാൻ എൻ്റെ ഉപ്പയുടെ കരച്ചിൽ കേട്ടിരുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിസ്കാരത്തിലെ കരച്ചിലിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആശയങ്ങളെയും ഓർത്ത് അവിടുന്ന് തേങ്ങുന്നതിനെക്കുറിച്ച് അവിടുത്തെ പൊന്നോമന മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ തന്നെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
ഇതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനോടുള്ള സ്നേഹവും ബഹുമാനവും. ആ വിശുദ്ധ ഖുർആന് കൊണ്ട് തൻ്റെ കർമ്മങ്ങളിൽ മുഴുക്കയും വിശുദ്ധ ഖുർആനിനെ കൊണ്ടുവന്ന് ജീവിതം ഭാസുരമാക്കിയവരായിരുന്നു അവർ. വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായും വിശുദ്ധ റമദാനിൻ്റെ ആളുകളായും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.